സാലിഹ ഷാജഹാൻ എന്ന് പറയുന്നൊരു യൂട്യൂബറിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്നലെ കണ്ടത്. അപ്പോൾ അത് നിങ്ങളോട് എനിക്ക് പറയണം എന്ന് തോന്നി, പ്രതികരിക്കണം എന്ന് തോന്നി. കാരണം നമ്മൾ ഉൾപ്പെടെ, ഞാൻ ഒരു കുട്ടിയുടെ പാരൻ്റാണ്, ഉൾപ്പെടെ പല പാരൻസും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇപ്പം നമ്മുടെ കുട്ടികളെ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ CBSE സ്കൂളുകളിൽ ചേർക്കുന്നു. അതായത് ചിലപ്പോൾ പാരൻസിൻ്റെയൊക്കെ ഒരു ചെറിയ കോംപ്ലക്സ് ഇഷ്യൂ ആയിരിക്കും, അതായത് അവർക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് പോലും ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് പലയിടത്തു നിന്ന് മാറ്റി നിർത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് നമ്മുടെ മക്കൾ ഒരിക്കലും ഫേസ് ചെയ്യരുത്. അവർ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ നല്ല കോൺഫിഡൻ്റായിട്ട് സംസാരിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ നമ്മുടെ കുട്ടികളെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഫീസായിട്ട് പോലും, അതായത് നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ സിംഹഭാഗവും മാറ്റി വെച്ച് നമ്മൾ കുട്ടികളെ ഒരു CBSE സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കുകയാണ്. പക്ഷേ ആ സ്കൂളുകാർ നമ്മുടെ കുട്ടികളോടും നമ്മുടെ കുട്ടികളുടെ ഭാവിയോടും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ വളരെ ഞെട്ടിക്കുന്നതാണല്ലേ. അതായത് അവരുടെ കോൺഫിഡൻസ് പോലും തകർത്തുകൊണ്ട് മുന്നോട്ട് പഠിക്കാനുള്ള, അല്ലെങ്കിൽ മുന്നോട്ട് ജീവിതത്തെ ഫേസ് ചെയ്യാനുള്ള അവരുടെ സകല കോൺഫിഡൻസ് നശിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ അറിയുമ്പോൾ, നമ്മളത് റിയലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് വൈകിപ്പോയല്ലോ എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല അല്ലേ. പുനലൂരിലെ തന്നെ ഒരു ഫേമസ് ഇംഗ്ലീഷ് മീഡിയം CBSE സ്കൂളിനെതിരെയാണ് ഇവർ യൂട്യൂബർ എന്ന നിലയിൽ മാത്രമല്ല, ആസ് എ പാരൻ്റ് എന്ന നിലയിൽ വന്നിരിക്കുന്നത്. ഇവരുടെ 2 കുട്ടികളും അവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇരുന്നത് അങ്ങനെ അവർ TC വാങ്ങി അവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് അവർ ഈ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തു പറയുന്നത്. അവർ പുറത്തു പറയാതിരുന്നതാണ്, പക്ഷേ വീണ്ടും അവർക്കെതിരെ ഒരുപാട് അലിഗേഷൻസ് വന്നപ്പോൾ നിവർത്തിയില്ലാതെ ഇത് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു യൂട്യൂബ് വീഡിയോ ഞാൻ ഒരിക്കലും ഇതുവരെയും റിയാക്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇതൊരു നമുക്ക് സമൂഹത്തിന് റിയാക്ട് ചെയ്യേണ്ടപ്പെടേണ്ട ഒരു കാര്യമാണ് എന്നതുകൊണ്ട്, അതായത് നമ്മളൊക്കെ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് എന്നതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇവർ സ്കൂളിൽ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് സ്കൂൾ മാഗസീനിനെ പറ്റി പറയുന്നുണ്ട്, സ്കൂളിൽ ഓരോ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്, കുട്ടികൾ സ്റ്റേജിൽ കയറുന്നതിനെ പറ്റി പറയുന്നുണ്ട്, ഓരോ ഈവൻസിനും കുട്ടികളെ എങ്ങനെയാണ് ഈ മാനേജ്മെൻറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതൊക്കെ വളരെ റിലേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ഇവർ ഗവൺമെൻറ് സ്കൂളും CBSE സ്കൂളും ഒക്കെ തമ്മിൽ കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചതാണ്, അപ്പോൾ നമുക്ക് ഇന്ന പോരായ്മകളുണ്ട്. അപ്പോൾ അത് നമ്മുടെ മക്കൾ ഫേസ് ചെയ്യരുത് എന്നതുകൊണ്ട്, അതായത് ഇംഗ്ലീഷ് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഭാവിയിൽ ഒരിടത്തും പിന്നോട്ട് പോകരുത് എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ അധ്വാനത്തിൻ്റെ എല്ലാ പൈസയും മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ആ സ്കൂളിൽ അവരെ പഠിപ്പിക്കുകയാണല്ലേ. അപ്പോൾ ഇവർ പറയുന്നതിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവരുമായിട്ട് മാനേജ്മെൻറ്റിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നു. ഇവർ ചെറിയ കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്ത് തുടങ്ങുന്നു. അപ്പോൾ മുതൽ മാനേജ്മെൻറ്റ് ഇവരോടുള്ള വൈരാഗ്യം കാണിക്കുന്ന മുഴുവൻ ഇവരുടെ കുട്ടികളിലൂടെയാണ്. പല കാര്യങ്ങളിലും മാറ്റി നിർത്തുക. അതായത് ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും ഉണ്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ. അതായത് ബർത്ത്ഡേ സെലിബ്രേഷന് കുട്ടികൾ വരിക, അവർക്ക് മാനേജ്മെൻറ്റുമായിട്ട് ഒന്ന് ഫോട്ടോ എടുക്കുക, ടീച്ചേഴ്സായിട്ടൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുക, അത് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക. ഇപ്പോൾ എൻ്റെ മോൻ പഠിക്കുന്ന സ്കൂളിൽ, ഒരു ട്രിവാൻഡ്രത്തെ ഫേമസ് CBSE സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷേ അവിടെ ഇതുവരെയും ഫോട്ടോ ഷെയർ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഗ്രൂപ്പ്സിലൊന്നും, പാരൻസ് ഗ്രൂപ്പ്സിലൊന്നും. അവിടുത്തെ കോമൺ ഇവൻറ്റ്സ് മാത്രമേ ഷെയർ ചെയ്ത് കണ്ടിട്ടുള്ളൂ. അതൊരു വളരെ നല്ല കാര്യമായിട്ട് എനിക്കിപ്പോൾ തോന്നി. കാരണം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സ്കൂളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, കുട്ടികൾ ബർത്ത്ഡേക്ക് വരുന്നു, അപ്പോൾ അന്നത്തെ കളർ ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും വരിക. അതെല്ലാ സ്കൂളുകളിലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവർ മാനേജ്മെൻറ്റുമായിട്ട്, അതായത് മാനേജറുമായിട്ട് നിന്ന് ഫോട്ടോ എടുക്കുന്നു, അത് ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ലാസ്റ്റ് ഇയർ വരെ ഇവരുടെ കുട്ടികളുടെയും ഫോട്ടോ അങ്ങനെ വന്നിരുന്നു. പക്ഷേ ഇത്തവണ ഇവർ ഈ സ്കൂളിൽ നിന്നും TC വാങ്ങി പോവുകയാണെന്ന് ഉറപ്പായ നിമിഷം മുതൽ, ഇവരും മാനേജ്മെൻറ്റും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് മുതൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇവരുടെ കുട്ടികളുടെ ഫോട്ടോ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടും ഇവർ വെയിറ്റ് ചെയ്തു. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇവരുടെ കുട്ടികളുടെ ഫോട്ടോ, മാനേജറുമായിട്ട് നിന്ന ഫോട്ടോ എടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഫോട്ടോയൊന്നും ഗ്രൂപ്പ്സിൽ ഇതുവരെയും ഷെയർ ചെയ്തിട്ടില്ല. അതിനുശേഷം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത, അതിന് പിറ്റേ ദിവസം സെലിബ്രേറ്റ് ചെയ്ത കുട്ടികളുടെ ഫോട്ടോയൊക്കെ ഗ്രൂപ്പ്സിൽ വന്നിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇവർ ആദ്യമായിട്ടൊരു ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവുമല്ലോ. അത് മിക്കവാറുമുള്ള CBSE സ്കൂളുകളിൽ തുടങ്ങിയ സ്ക്രീനിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് നമ്മളിപ്പോൾ സ്റ്റേജിൽ നമ്മളിപ്പോൾ യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ യൂത്ത് ഫെസ്റ്റിവൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും പേര് കൊടുക്കാം, എത്ര കുട്ടികൾ വേണമെങ്കിലും കാണും. അപ്പോൾ കുട്ടികളുള്ളതനുസരിച്ച് എത്ര പേർക്ക് വേണമെങ്കിലും സ്റ്റേജിൽ കയറി അവരെന്താണോ പഠിച്ചിട്ട് വന്നത് അത് പെർഫോം ചെയ്യാൻ പറ്റും. ചില കുട്ടികൾ സിനിമ പാട്ടായിരിക്കും പാടുക, അല്ലെങ്കിൽ ചിലർ നന്നായിട്ട് പഠിച്ചിട്ട് പാടുക. അപ്പോൾ ആർക്കായാലും അത് പാടാനുള്ളൊരു അവസരം, ഒരു സ്റ്റേജ് ഫിയർ മാറാനുള്ളൊരു അവസരം അവിടെ ഉണ്ടല്ലേ. പക്ഷേ
ഇപ്പോൾ ഇവിടുത്തെ CBSE സ്കൂളുകളിലൊക്കെ നടക്കുന്ന സ്ക്രീനിങ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അതായത് ഒരു യൂത്ത് ഹോസ്റ്റലിനൊരു ഡേറ്റ് ഫിക്സ് ചെയ്താൽ അതിന് മാസങ്ങൾക്ക് മുമ്പ് ഇവരത് പഠിച്ചു തുടങ്ങണം. അതിന് മാസങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പോ ഇവർ ഒരു പ്രീ സെക്ഷൻ വയ്ക്കും. അപ്പോൾ ആ പ്രീ സെക്ഷനിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ അത് പാടണം, പഠിച്ചു കൊണ്ടുവന്ന പാട്ട് പാടണം, കഥ പറയണം. ഇപ്പോൾ കഥ പറയാനുള്ള കഥ പറയണം, സ്പീച്ച് പറയണം. അപ്പോൾ അതിലൊക്കെ നന്നായിട്ട്, ചിലപ്പോൾ നന്നായിട്ട് പഠിച്ചൊരു കുട്ടി അന്ന് അവന് പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവൻ റിജക്റ്റഡ് ആണ്, അവന് മെയിൻ സ്റ്റേജിൽ കയറി പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ നിന്ന് ഓരോ ക്ലാസ്സിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരു 3-4 കുട്ടികൾ മാത്രമായിരിക്കും പ്രോഗ്രാമിൻ്റെ അന്ന് മെയിൻ സ്റ്റേജിൽ പറയാനുണ്ടാവുക. ഇവരെന്താണ് ചെയ്യുന്നത്? കുട്ടികളെ ക്ലാസ്സിന് മുന്നിൽ പറയുക, ദെൻ അത് മെയിൻ സ്റ്റേജിൽ മുന്നിൽ ലാസ്റ്റ് സ്ക്രീൻ ചെയ്തെടുക്കുന്ന കുറച്ച് കുട്ടികൾ മാത്രം മെയിൻ സ്റ്റേജിൽ കയറി പറയുക. ഇപ്പോൾ അത് ഞങ്ങളുടെ പഠിക്കുന്ന സ്കൂളിലും ഉണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് ചെന്നാൽ അവിടുത്തെ പ്രിൻസിപ്പൽ പറയാമെന്നുള്ളത്, നിങ്ങളുടെ കുട്ടികൾക്ക് എല്ലാവർക്കും സ്റ്റേജിൽ കയറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഫാൻസി ഡ്രസ്സ് എന്നൊരു ഐറ്റത്തിനൊഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസിനും സ്ക്രീനിങ് ഉണ്ട്. സ്ക്രീനിങ് കഴിഞ്ഞ് സെലക്ട് ചെയ്തിരുന്ന കുറച്ച് കുട്ടികൾ മാത്രമേ ഇവരുടെ മെയിൻ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുള്ളൂ. ഇവർക്ക് ഒരുപാട് കുട്ടികളുണ്ടായിരിക്കാം, എല്ലാവരെയും കൂടി അവർക്ക് സ്റ്റേജിൽ ഇപ്പോൾ ഉള്ള പാരൻസ് എന്ന് പറയുന്നത് പണ്ടത്തെ പാരൻസിനെ പോലെയല്ലേ, എല്ലാത്തിനും ടൈം കണ്ടെത്തി. പണ്ടൊക്കെ വളരെ കുറക്കണം, പണ്ടത്തെ പാരൻസിന് അതിന് മാത്രം ടൈമില്ല. അവരുടെ ഒരുപാട് നമ്മുടെ ഒരു ഫാമിലി സ്ട്രക്ചറൊക്കെ വെച്ചിട്ട് ഓരോ കുട്ടിയെ അവർ ഇൻഡിവിജ്വലായിട്ട് അങ്ങനെ അങ്ങ് കെയർ ചെയ്യാനും അതിന് മാത്രം വേണ്ടി ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കാനും ചിലപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം ഇല്ലായിരിക്കും. പക്ഷേ ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന ഒട്ടുമിക്ക 90% അമ്മമാരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അമ്മമാർ തന്നെയാണ്. അപ്പോൾ അവരത്രത്തോളം സ്ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ അവരത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് അവരെ മക്കളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലും ചെയ്യാൻ കാണും. പാട്ട് പാടാൻ കാണും, സ്പീച്ച് ചെയ്യാൻ കാണും, കഥ പറയാൻ കാണും. അപ്പോൾ എല്ലാ കുട്ടികളെയും കൂടെ അവർക്ക് സ്റ്റേജിലെടുക്കാൻ പറ്റില്ലായിരിക്കും, ഓക്കെ. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു മെയിൻ സ്റ്റേജിൽ നിന്ന് പറയാനുള്ള, അല്ലെങ്കിൽ ആ ഒരു സ്ക്രീനിങ് കഴിഞ്ഞ് വരുമ്പോൾ കുഞ്ഞുങ്ങൾ ചെറുതിലെ തന്നെ അവർക്ക് നമുക്ക് കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഗുഡ് സെൻസിൽ വരാം. പക്ഷേ ചെറുതിലെ തന്നെ ബാഡ് സെൻസിൽ എനിക്ക് അവനെ തോൽപ്പിച്ചേ പറ്റൂ, എനിക്ക് അവനെ തോൽപ്പിച്ചാൽ മാത്രമേ ആ സ്റ്റേജിൽ കയറി അത് പറയാൻ പറ്റൂ. അങ്ങനെ ഒരു സ്പൂൺ ഫീഡിങ് ആ സമയം മുതലേ നടക്കുകയാണ്. അതായത് എനിക്ക് സ്റ്റേജിൽ കയറാൻ, അല്ലെങ്കിൽ സ്റ്റേജിൽ കയറി എനിക്കത് ഫേസ് ചെയ്യാനുള്ള ആ ഒരു അവസരം എനിക്ക് കിട്ടുകയാണ്, അങ്ങനെയൊന്നുമില്ല. നന്നായിട്ട് പെർഫോം ചെയ്താൽ മാത്രമേ ആ സ്റ്റേജിൽ അവരെ കയറ്റാറുള്ളൂ. അപ്പോൾ അതെന്തിൻ്റെ ബേസിസ് ആണെന്ന് അറിയില്ല. അതുപോലെ തന്നെ സ്പോർട്സ് ഇവൻറ്റ്സ് വരുമ്പോഴത്തേക്കും അതുപോലെ തന്നെയാണ്, കുറേ സ്ക്രീനിങ് കാണും. ആ സ്ക്രീനിങ്ങിലൊക്കെ സെലക്ട് ചെയ്യുന്ന ഫ്രോഗ് ജമ്പിങ് ക്ലാസ്സിൽ ആദ്യം അവരൊന്ന് ചെയ്യും. അപ്പോൾ ക്ലാസ്സിൽ ചെയ്യുന്നതിൽ ഒരു വിന്നറാവുന്നൊരു 4 കുട്ടീനെ മാത്രമേ, ഒരു 28 കുട്ടികളുണ്ടെങ്കിൽ അതിലെല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഒരു 4-3 കുട്ടികളെ മാത്രം അതിൽ നിന്ന് പിക്ക് ചെയ്യും. എന്നിട്ട് ബാക്കി ക്ലാസ്സുകളിൽ നിന്ന് അങ്ങനത്തെ കുട്ടികൾ കാണും. അവരെയാണ് മെയിൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ മറ്റു കുട്ടികൾ അവിടെ വന്നിരുന്ന് കാഴ്ചക്കാരെ പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ എന്താണ് ഈ മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇവരുടെ കുട്ടിയുടെ വിഷയത്തിലേക്ക് വരാൻ, അപ്പോൾ ഇവർ വേറൊരു കാര്യം പറഞ്ഞു, ഇവർ പ്രതികരിച്ചൊരു കാര്യം പറഞ്ഞത്, നമ്മളിപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ വരുമ്പോൾ, അതായത് ആനുവൽ ഡേ പ്രോഗ്രാം എന്ന് ഇവർ പറയുന്നു. അപ്പോൾ ഈ ആനുവൽ ഡേ പ്രോഗ്രാമിനൊക്കെ വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഇവർ പറയുന്ന പൈസയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് ഇവരൊരു പുറത്തു നിന്നൊരു കൊറിയോഗ്രാഫറിനെ വെച്ച് ഇവർ കുറേ ഡാൻസൊക്കെ സെറ്റ് ചെയ്ത് നല്ല പളപള മിന്നുന്ന ഡ്രസ്സൊക്കെ നമ്മുടെ ഇപ്പോൾ എൻ്റെ കുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു ചെറിയ ഡാൻസാണുള്ളത്. ഒരു LKG പഠിക്കുന്ന കുട്ടിയാണ്. 2000 രൂപയാണ് ഓരോ ഈച്ച് സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അവർ വാങ്ങുന്നത്. അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വളരെ വലിയ റിച്ച് ആയിട്ടുള്ള ആളുകൾ പഠിക്കുന്ന സ്കൂൾ തന്നെയാണ്. അപ്പം നമ്മളെപ്പോലുള്ള ചില സാധാരണക്കാർക്കായിരിക്കും ഒരു വലിയ തുകയായിട്ടുള്ളത്. അപ്പം നമ്മുടെ മാത്രം പ്രശ്നമാണ്, മറ്റുള്ളവരാരും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും വരില്ല. അപ്പോൾ ഈ കുട്ടിയുടെ എന്ന് വെച്ചാൽ ഈ ഫ്രോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ കോസ്റ്റ്യൂമിനും ഇൻഡിവിജ്വലായിട്ടാണ് അവരെ പേ ചെയ്തത്. അപ്പോൾ 800 രൂപ അവരുടെ നിന്ന് വാങ്ങിച്ചു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇവർക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത്, ആ ഫ്രോക്കിൻ്റെ പ്രൈസ് ടാഗ് എടുത്ത് കളയാൻ ഇവർ മറന്നുപോയി. മുകളിലത്തെ പ്രൈസ് ടാഗ്, ഫ്രോക്കാണ്, മുകളിലത്തെ പ്രൈസ് ടാഗ്, ഈ സിബിൻ്റെ അവിടുത്തെ മുകളിലത്തെ പ്രൈസ് ടാഗ് ഇവർ മാറ്റി. പക്ഷേ ആ ഫ്രോക്കിൽ താഴെയും കൂടി ഒരു പ്രൈസ് ടാഗ് ഉണ്ട്. ദൈവത്തിൻ്റെ കളികൾ എന്ന് പറയുന്ന ഇതാണ്. പക്ഷേ ആ പ്രൈസ് ടാഗ് റിമൂവ് ചെയ്യാൻ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോ മറന്നുപോയി. അപ്പോൾ ഇവർ നോക്കുമ്പോൾ അതിനകത്ത് 460 രൂപയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ആക്ച്വൽ പ്രൈസ് എത്രയാണ്? 800 രൂപയാണ് ഇവരിൽ നിന്ന് വാങ്ങിച്ചത്. 800 രൂപയാണ് തന്നെ ഒരു ഫ്രോക്കിന് വാങ്ങിച്ചത്. അപ്പോൾ അത് ഏകദേശം ഇരട്ടിയോളം പൈസയാണ് ഇവർ വാങ്ങിച്ചത്. അങ്ങനെ ഒരു 10-15 കുട്ടികൾ തന്നെ വന്നാൽ തന്നെ എത്ര രൂപയായി അല്ലേ? അല്ലെങ്കിൽ ഒരു 20 കുട്ടികൾ വന്നാൽ തന്നെ എത്ര രൂപയായി? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇത് 8000 രൂപയാണ് ഇവർ എക്സ്ട്രാ വാങ്ങുന്നത്. അത്രയും കുട്ടികളിൽ 8000 രൂപ. അതായത് ഇവർ നമുക്കറിയാം ഈ പ്രൈവറ്റ് സ്കൂൾസൊക്കെ ടീച്ചേഴ്സിന് കൊടുക്കുന്ന സാലറി എത്രയാണെന്ന് അറിയാം, വളരെ തുച്ഛമാണല്ലേ. അപ്പോൾ അതും കഴിഞ്ഞ് ഇത്ര പൈസയാണ് ഈ മാനേജ്മെൻറ്റിലേക്ക് വന്നു ചേരുന്നത്. ഓരോ ആനുവൽ ഡേ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് ഇവർ ഓരോ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോഴും
ഇവരുടെ കീഴ്ചയിലേക്ക് ഇവർ ചാരിറ്റി എന്ന രീതിയിലാണ് ഇവർ സ്കൂൾസൊക്കെ നടത്തുന്നത്. മിക്കവാറും മിഷണറി സ്കൂൾസൊക്കെ ചാരിറ്റിയാണെന്ന് പറഞ്ഞിട്ടാണ് നടത്തുന്നത്. പക്ഷേ ഓരോ ഇവൻസിനും അവർ വാങ്ങുന്ന പൈസ എന്ന് പറയുന്നത് ഇറ്റ്സ് ഹ്യൂജ്. അതൊരു കാര്യം. പിന്നീട് ഇവർ പറയുന്നത് നിങ്ങളുടെ മക്കളെ വിളിച്ച് അടുത്തിരുത്തി ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ്, ഒരു പാരഗ്രാഫ് എഴുതാൻ പറയാനാണ് പറയുന്നത്. കാരണം ചിലപ്പോൾ അവർക്കത് എഴുതാൻ സാധിക്കില്ല. അതായത് എക്സാമിന് അവരോട് ചോദിച്ച സെയിം സാധനം അവർക്ക് എഴുതാൻ പറ്റില്ല. പക്ഷേ അവർ തന്നെ എക്സാമിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിച്ചതായിട്ട് കാണാൻ സാധിക്കും. അതിന് കാരണം ഇവർ പറയുന്നത് വെച്ചാൽ എങ്ങനെയാണ് ഈ കുട്ടികൾ മാർക്ക് വാങ്ങുന്നത് എന്നുള്ളത് തലേ ദിവസം തന്നെ ബോർഡിൽ പിറ്റേന്ന് വരുന്ന എക്സാമിന് വരുന്ന ആ ടോപ്പിക്കും അതിൻ്റെ ആൻസേഴ്സും സഹിതം ബോർഡിൽ എഴുതിയിടും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പിറ്റേന്ന് എക്സാമിന് വരുമ്പോൾ അത് നോക്കി എഴുതിയാൽ മതി. അപ്പോൾ കുട്ടികൾക്കെല്ലാം നല്ല മാർക്കും ഉണ്ട്. അപ്പോൾ സ്കൂളിൻ്റെ പേരെന്ന് പറയുന്നത് വാനോളം ഉയരും. അതായത് എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കുന്നതാണ്, എല്ലാ കുട്ടികൾക്കും നല്ല മാർക്കുണ്ട്. പിന്നെ എപ്പോഴും ഇവർക്ക് കാണിക്കാനായിട്ട് കുറച്ച് ഈ സ്കൂളിന് ഏറ്റവും വേണ്ട സാധനം എന്ന് പറയുന്നത് ക്യൂട്ട്നെസ് ആണെന്നാണ് അവർ പറയുന്നത്. അതായത് ക്യൂട്ടായിട്ടുള്ള കുട്ടികൾ, നമ്മളിപ്പോൾ എത്ര പഠിക്കുന്ന കുട്ടികളായാലും എത്ര എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ആക്റ്റീവായുള്ള കുട്ടികളായാലും നന്നായിട്ട് ക്യൂട്ട്നെസ് ഉള്ള കുട്ടികളെ മാത്രം അവർ സെലക്ട് ചെയ്തിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് മാഗസീൻസിൽ കൊടുക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യാറുണ്ട്. പിന്നെ പറയുന്നത് മാഗസീൻസിലൊക്കെ വരുന്ന നമ്മുടെ കുട്ടികളുടെ സർഗ്ഗവാസന എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കുന്ന കാര്യങ്ങൾ, അതായത് കുട്ടികൾ വരയ്ക്കുന്ന പിക്ചേഴ്സ് ആയാലും കവിതകളും കഥകളും ഒക്കെ ആയാലും മിക്കുള്ളതും പാരൻസാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ പാരൻസ് എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പാരൻസ് വരച്ചു കൊടുക്കുക. ഇപ്പം ഞാനും കണ്ടിട്ടുണ്ട്, എൻ്റെ മോൻ്റെ സ്കൂളിലും കുട്ടികളെ എടുത്താൽ പോകുന്നത് LKG പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ അവൻ കൊണ്ടുവരുന്ന, അതായത് നമ്മളിപ്പോൾ സയൻസ് എക്സിബിഷൻസ് ഒക്കെ നടത്തുമല്ലോ, അപ്പോൾ കുട്ടികൾ കൊണ്ടുവരുന്ന ഒരു എക്സിബിഷൻ വരുന്ന ഒരു പ്രോഡക്റ്റ്സ് ആണ്. അത് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. നമ്മളിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ലെവലിലൊക്കെ പാസ് ഔട്ടായ പാരൻസ് ആയിരിക്കുമല്ലോ മിക്കവർക്കും ഉള്ളത്. അപ്പോൾ അവർ കൊണ്ടുവരുന്ന അതിൻ്റെയൊക്കെ തന്നെ ഒരു മിനിയേച്ചർ രൂപമാണ്. അതെങ്ങനെ ഈ LKG പഠിക്കുന്ന കുട്ടി ചെയ്യുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അവൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സർപ്രൈസിങ് എലമെൻ്റാണ്. അതായത് ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് ഞാൻ ചെയ്തു എന്ന് വെച്ചാൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ പടം വരച്ച് വെച്ചിട്ട് കുറച്ച് പൾസസ് ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് അതിനെ സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അവനെയും കൂടി എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാം. അപ്പോൾ അവനും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങളിത് ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. പക്ഷേ നമ്മളത് കുട്ടികളുടെ ലെവലിൽ ഒരു സാധനം ചെയ്തുകൊണ്ട് വരുമ്പോൾ അതിനിവിടെ യാതൊരു വാല്യൂ ഇല്ല. അവർ നോക്കുകയെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു ബിഗ് ഒരു സാധനം. പക്ഷേ ഈ കുട്ടികളെ അതിനനുസരിച്ച് പഠിപ്പിച്ചും വിടുന്നുണ്ട്. ഇതാണെന്ന് പറഞ്ഞ് ആ കുട്ടികളത് പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഇവരെന്തറിഞ്ഞിട്ടാണ്, അതായത് കുറച്ച് കാര്യങ്ങൾ സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ്, കുറച്ച് കാര്യങ്ങൾ കാണാതെ പഠിപ്പിച്ച് വിടുകയാണ്. അതായത് ഇതിവിടെ തൊട്ടാൽ ഇതിങ്ങനെ വർക്കാവും, ഇതിങ്ങനെയാണ് ഒരു സൈക്കിൾ വർക്ക് ചെയ്യുന്നത്. സൈക്കിൾ മീൻസ് ഒരു നമ്മുടെ കാർബൺ സൈക്കിൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓക്സിജൻ സൈക്കിൾ അങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലുള്ള വലിയ വലിയ എക്സ്പെരിമെൻറ്റ്സ് പോലത്തെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ ചെയ്യുന്നുള്ളതൊക്കെ കുട്ടികളെ കൊണ്ട് എനിക്കറിയില്ല അവരെങ്ങനെയാണ് കുട്ടികളെ കൊണ്ട് അത് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നതെന്ന്. ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ കാണും, എന്നാലും എത്രത്തോളം അവർ സ്കൂളിൽ ടാലൻ്റ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കോപ്രായങ്ങൾ എന്ന് വെച്ചാൽ അതിന് തന്നെ ഫസ്റ്റ് കൊടുക്കുക എന്നുള്ളതൊക്കെ കുട്ടികളുടെ ലെവലിൽ ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കും മാർക്കോ ഒന്നുമില്ല. അത് തന്നെയാണ് ഇവരും പറയുന്നത്. അതായത് പാരൻസ് ചെയ്യുന്ന മാഗസീൻസിലൊക്കെ പടങ്ങൾ വരച്ച് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ചെയ്യാനായിട്ട് ഒന്നുമില്ല, പാരൻസ് എല്ലാം ചെയ്ത് കൊടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും നന്നായിട്ട് പടം വരയ്ക്കുന്ന പാരൻ്റ് ഏതാണോ അയാളുടെ കുട്ടിക്ക് സമ്മാനം കിട്ടും. ഏറ്റവും നല്ലത് നോക്കി സെലക്ട് ചെയ്ത് മാഗസീനിൽ വരും. പക്ഷേ അതേസമയം ഒരു കുട്ടി സ്വന്തമായി ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു കുട്ടി സ്വന്തമായി ചെയ്യുന്നത് കാണും, പക്ഷെ അതിന് മാർക്ക് കാണില്ല. കാരണം അവൻ സ്വന്തമായിട്ട് ചെയ്തതല്ലേ, അപ്പോൾ അതിൽ അത്രത്തോളം ഇംപെർഫെക്ഷൻസ് കാണും. പക്ഷേ ഇവർക്ക് വേണ്ടത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പിക്ചറാണ്. അത് ആ ഒരു LKG പഠിക്കുന്ന കുട്ടിക്കോ അല്ലെങ്കിൽ അത്രയും ഒരു KG സ്റ്റാൻഡേർഡുള്ള കുട്ടിക്കോ ഒന്നും ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. പക്ഷേ ഇവർക്ക് വേണ്ടത് പെർഫെക്ഷനാണ്. പെർഫെക്ഷനുള്ള ആളുടെ മാത്രം അവർ സെലക്ട് ചെയ്ത് മാഗസീനിൽ കൊടുക്കുന്നു. പിന്നെ ഇവർ പറഞ്ഞ എല്ലാത്തിനും ഒരു ഡെമോ ഉണ്ടെന്നാണ്. അതായത് സ്വിമ്മിങ്, ഇപ്പോൾ സ്കൂളിൽ സ്വിമ്മിങ് ഉണ്ട്, ഹോഴ്സ് റൈഡിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രത്യേകം എമൗണ്ട് ഇവർ ഫീസും വാങ്ങുന്നുണ്ട്. പക്ഷേ ഈ സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ ഹൗസ് റൈഡിങ്ങോ ഒന്നും പഠിക്കുന്ന കുട്ടികളുടെ ഫോട്ടോസ് അല്ല മാഗസീനിൽ വരുന്നത്. പക്ഷേ അതിന് പകരം ഏറ്റവും കൂടുതൽ ക്യൂട്ട്നെസ് ഉള്ള ഏറ്റവും ചെറിയൊരു കുട്ടീനെ വിളിച്ചിട്ട് സ്വിമ്മിങ് കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് അവനത് ചെയ്യുന്നതായിട്ടുള്ളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതെടുത്ത് മാഗസീനിൽ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഹൗസ് റൈഡിങ്ങിലും ഏറ്റവും ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള, അപ്പോൾ അത് ഏറ്റവും ക്യൂട്ട്നെസ് വാരി വിതറുന്ന കുട്ടികളെ കൊണ്ട് മാത്രം ഫോട്ടോസ് എടുത്ത് കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ഈ മാനേജ്മെൻറ്റ് ചെയ്യാൻ തന്നെ പറയുന്നത്. ഓക്കെ, സ്കൂളിൻ്റെ പേര് പറയും. ഇവർ അലിഗേഷൻസ് ഉയർത്തുന്നത് പുനലൂർ സെൻറ്റ് തോമസ് സ്കൂളിനെതിരെയാണ്. അത് 14 വർഷത്തോളം പാരമ്പര്യമുള്ളൊരു സ്കൂളാണ്. അപ്പോൾ 24 വർഷത്തോളം ഒരു സ്കൂൾ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ. അപ്പോൾ എത്രത്തോളം ഇങ്ങനെയാണ് അവർ സ്കൂൾ കൊണ്ടുപോയിട്ടുള്ളെങ്കിൽ എത്രത്തോളം ഫണ്ട് അവർ
ഓൾറെഡി സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവർ തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അവർക്കെതിരെ എന്തെങ്കിലും ഒരു ഗുണ്ട ആക്രമണമൊക്കെ വരാം. അവർ പൈസ കൊടുത്തിട്ട് അവരെ എന്തെങ്കിലുമൊക്കെ അവരെയും ചെയ്യാം. പക്ഷേ അതൊന്നും അവർ ഭയക്കുന്നില്ല. കാരണം അവർ TC വാങ്ങി പോകാനിരുന്ന ആളുകളാണ്. പക്ഷേ അവരെ വീണ്ടും വീണ്ടും ഇങ്ങനെ അപമാനിക്കാൻ ശ്രമിച്ചത് കൊണ്ട് മാത്രമാണ് അവരൊരു യൂട്യൂബർ ആയതുകൊണ്ട് സ്കൂളിനെതിരെ അവരൊരു വീഡിയോ ഇടുന്നത്. പിന്നീട് അവർ പറയുന്ന വേറൊരു സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ എന്ന് പറയുന്നത്, അത് വേണമെങ്കിൽ അവർക്ക് കേസിന് പോകാൻ പറ്റുമായിരുന്ന ഒരു അലിഗേഷനാണ്. അതായത് അവരുടെ കുട്ടി ഒരു ദിവസം, അതായത് കുറച്ച് നാളുകൾക്ക് മുന്നെയാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് ആ കുട്ടിയുടെ മുടി, ഒരു പെൺകുട്ടിയുടെ ഒരു ആൺകുട്ടിയുണ്ട്. പെൺകുട്ടിയുടെ മുടി എന്ന് പറയുന്നത് ഒരു ദിവസം അവരിങ്ങനെ ചീകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ലോഡ് മുടി ഇങ്ങനെ പൊഴിഞ്ഞു വന്നു. അപ്പോൾ അവരിത് കണ്ടിട്ട് പേടിച്ചു പോയിട്ട് അവർ അപ്പോൾ തന്നെ ഡോക്ടറെ കാണിച്ചു. എന്തെങ്കിലും കാൽഷ്യം ഡെഫിഷ്യൻസി ആയിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഡോക്ടറെ കാണിച്ചു. പിന്നെ അവർക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റിന് ഒരുപാട് കാശൊക്കെ ചിലവായി. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവരെന്തിനാണ് ഇതിവിടെ പറയുന്നതെന്ന്. കുറച്ച് കഴിഞ്ഞാണ് ഇവർ പറഞ്ഞത്, അതായത് ഇവർ ഈ സാലിഹ ഷാജഹാൻ എന്ന് പറയുന്ന അവരുടെ യൂട്യൂബറുടെ വീഡിയോസ് കാണുന്ന ഒരാൾ അവരോട് വന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്, നല്ല വീഡിയോസാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ പുള്ളി എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ സ്വിമ്മിംഗ് പൂൾസിൻ്റെയൊക്കെ ഒരു വർക്കാണ് അവർ ചെയ്യുന്നത്. അതായത് സ്വിമ്മിംഗ് പൂൾസ് ക്ലീൻ ചെയ്യുക അങ്ങനെയൊക്കെ. അപ്പോൾ ഇവരുടെ കുട്ടികൾ എവിടെയാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഈ സ്കൂളിൻ്റെ പേര് പറഞ്ഞു. അപ്പോഴാണ് അയാൾ പറഞ്ഞ ആ സ്കൂളിൽ അവർ വന്നിട്ടുണ്ടായിരുന്നു സ്വിമ്മിംഗ് പൂൾ ക്ലീൻ ചെയ്യാനായിട്ട്. അത് ഭയങ്കര ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ് സ്വിമ്മിംഗ് പൂൾ കിടന്നത്. പ്രോപ്പറായിട്ട് ക്ലീനിങ് ഒന്നും ഇല്ലാതെ ക്ലോറിനൊക്കെ അടിഞ്ഞു കൂടി, അതായത് കെമിക്കൽസ് ഒരു സ്വിമ്മിംഗ് പൂളിൽ അടിഞ്ഞു കൂടുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമായിരുന്നു. അതായത് ഒരുപാട് സ്കിൻ അലർജീസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, ഇതുപോലെ ഇങ്ങനെ ഈ പ്രോപ്പർ ക്ലീനിങ് ഒന്നും ഇല്ലാതെ സ്വിമ്മിംഗ് പൂളിൽ പോയി സ്വിം ചെയ്യുന്ന കുട്ടികളുടെ മുടി എന്ന് പറയുന്നത് ധാരാളമായിട്ട് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറയുന്ന ആ ഒരു ഡയലോഗ് കേട്ടതോടുകൂടി ഇവർ ആ സ്കൂളിൽ സ്വിമ്മിങ്ങിന് പോകുന്ന പരിപാടി അന്നത്തോടെ നിർത്തി. അതായത് ഇവർ 7,000 റുപ്പീസോളം കൊടുത്തതാണ്. പക്ഷേ ഇത് കേട്ടതോടുകൂടി ഇവർ ആ പരിപാടി നിർത്തി. പിന്നെ ടീച്ചേഴ്സ് അവിടെ നിന്ന് വിളിച്ചിട്ട് പോലും ഇവർ വരുന്നില്ല, കുട്ടിക്ക് മുടി പൊഴിയുന്നുണ്ട്, ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തി എന്നാണ് ഇവർ പറയുന്നത്. ചെറുതായിട്ടെങ്കിലും ഒരു വൈരാഗ്യം തോന്നാനുള്ള കാര്യം ഇവർ പറയുന്ന ആ ഫ്രോക്കിൻ്റെ ഇഷ്യൂ ഇവരത് ചോദിച്ചു എന്ന്. അതായത് ഇവർ പറഞ്ഞു, ഇവർ പ്രൈസ് കണ്ടു, പക്ഷേ എന്നിട്ടും അവർ പ്രൈസിൻ്റെ കാര്യം ഡയറക്റ്റ് ചോദിച്ചില്ല. അതിന് പകരം ഇവർ ഈ ഡ്രസ്സിന് കുറച്ച് ക്വാളിറ്റി കുറവാണ് എന്നിവർ പറഞ്ഞു. പക്ഷേ അതൊരു ടീച്ചേഴ്സിന് മാനേജ്മെൻറ്റിന് ഇഷ്ടപ്പെട്ടില്ല. അന്ന് മുതൽ ഇവർക്കെതിരെ ഓരോ അലിഗേഷൻസ് ചെയ്യാൻ തുടങ്ങി എന്നാണ് ഇവർ പറയുന്നത്. പിന്നീട് ഇവർ പറയുന്ന മറ്റൊരു അലിഗേഷൻ എന്ന് പറയുന്നത്, അതായത് ക്രിസ്മസ് ഡാൻസിന്, അതായത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസ് ഡാൻസിന് അവരുടെ കുട്ടീനെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്നില്ല എന്ന് വിചാരിച്ചു. കാരണം കോസ്റ്റ്യൂംസിനൊക്കെ നല്ല വിലയാണ് അവർ പറഞ്ഞത്, അതായത് ഒരുപാട് വിലയാകും. അപ്പോൾ അതൊന്നും വെറുതെ അഫോർഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന രീതിയിൽ ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ടീച്ചർ വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇല്ല, ക്രിസ്മസ് ഡാൻസിന് പങ്കെടുപ്പിക്കുന്നില്ല. അപ്പോൾ ടീച്ചർ ഉടനെ അവരോട് ചോദിക്കുകയാണ് അതെന്താ. ഈ സാലിഹ ഷാജഹാൻ എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം അവരൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ ഇതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളാണ്. അപ്പോൾ ടീച്ചർ ചോദിച്ചു അതെന്താ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത്, ഇത് ജീസസിൻ്റെ സോങ് ആയതുകൊണ്ട് അല്ലേ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ക്രിസ്മസ് ഡാൻസ് ആയതുകൊണ്ടല്ലേ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു മതപരമായ അല്ലെങ്കിൽ ഒരു വർഗീയപരമായ ഒരു ഭിന്നതയും വേർതിരിവും ഇവർ ആ സ്കൂളിൽ നേരിട്ടു എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. പിന്നെ ബുക്സ്, നമുക്കറിയാമല്ലോ ഒരു സ്കൂളിൻ്റെ ഒരു CBSE സ്കൂളാകുമ്പോൾ ബുക്സൊക്കെ ഇവർ പറയുന്ന പ്രൈസാണ്. ഇവർ എത്രയാണോ 10,000-ന് മുകളിലാണ്. എന്നാൽ നോട്ട് ബുക്സ് ഒഴികെ ടെക്സ്റ്റ് ബുക്സിന് മാത്രം ഈ ചെറിയ കുട്ടികളിൽ നിന്ന്, അതായത് നമ്മളിപ്പോൾ ഒരു 5ാം സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു 5th സ്റ്റാൻഡേർഡ് പോലും ആയിട്ടില്ലാത്ത കുട്ടികളിൽ നിന്ന് 10,000-ന് മുകളിലാണ് ഇവർ ബുക്സിന് മാത്രമായിട്ട് വാങ്ങുന്നത്, ടെക്സ്റ്റ് ബുക്സിന് മാത്രമായിട്ട് വാങ്ങുന്നത്. പിന്നെ ആ സ്കൂളിൽ തന്നെ ഇവർ കാറൊക്കെ പാർക്ക് ചെയ്ത് പോകുമ്പോൾ ഒട്ടും സെക്യൂർഡ് അല്ല കാറൊന്നും. അതായത് കാറിന് എന്ത് വേണമെങ്കിലും സംഭവിക്കും. കുട്ടികൾ പല തവണയും കുട്ടികളിൽ നിന്ന് വളരെയധികം മോശം എക്സ്പീരിയൻസ് ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ കാറിൻ്റെ ഡോറിന് അതുപോലെ തന്നെ കാറിൻ്റെ ബോഡിക്കൊക്കെ ഒരുപാട് ഡാമേജ് സംഭവിച്ചു എന്നാണ് ഇവർ പറയുന്നത്. അവിടെ പഠിച്ച പാരൻസിൻ്റെ കുട്ടികൾക്ക് വളരെയധികം പ്രിവിലേജ് കിട്ടുന്നുണ്ട്. പിന്നെ അവർ മാത്രം, ഏതിപ്പോൾ സ്കൂളുകളിൽ നമുക്കറിയാമല്ലോ, നമ്മൾ നമ്മുടെ കുട്ടീനെ സ്കൂളിൽ പിക്ക് ചെയ്യാൻ പോകുമ്പോഴായാലും നമ്മൾ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി കാണും, അതിനുള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. അവർ തന്നെയാണ് നമ്മുടെ കുട്ടീനെ തിരിച്ചു കൊണ്ടുവിടുക. പക്ഷെ നമ്മൾ അതിനിടയിൽ കാണും ചില പാരൻസ് മാത്രം എന്തെങ്കിലും എക്സ്ട്രാ പ്രിവിലേജ് എടുക്കുന്ന പോലെ അവരകത്തേക്ക് കൊണ്ടുവിടാൻ ശ്രമിക്കുന്നതും ഒക്കെ നമ്മൾ കാണും. അപ്പോൾ അതുപോലെ ഇവർ കണ്ടിട്ടുണ്ടെന്ന്, അതായത് കുട്ടികൾ അവിടെ പഠിച്ച കുറച്ച് കുട്ടികളുണ്ട്, പാരൻസ് ഉണ്ട്. ആ പാരൻസ് എന്താ ചെയ്യുക പറയുന്നത്, അവർ ടീച്ചേഴ്സിൻ്റെ കൂടെ ഒപ്പം ഇരിക്കുക,
അങ്ങനെയൊക്കെ. അതായത് മറ്റുള്ളവർ കുട്ടികളെ വിളിക്കാനായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആ പാരൻസ് കൂളായിട്ട് അകത്ത് കയറിപ്പോയി അവിടെ ടീച്ചേഴ്സിനോടൊക്കെ സംസാരിച്ച് വിഷയമൊക്കെ പറഞ്ഞിരിക്കുന്ന രീതിയിലും, അപ്പോൾ അവരുടെ കുട്ടികൾക്ക് പ്രത്യേകം പ്രിവിലേജ് കിട്ടുന്ന, അതായത് നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലായാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവൻറ്റ്സ് നടന്നാലും അവരുടെ കുട്ടികൾക്ക് പ്രത്യേകം അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ കുട്ടികൾക്കായാലും പ്രത്യേകം ഇളവുകൾ ലഭിക്കുന്നതായിട്ട്, അവസരങ്ങൾ കൂടുതൽ ലഭിക്കുന്നതായിട്ട് ഇവർ പറയുന്നുണ്ട്. സ്വിമ്മിംഗ് പൂൾ ക്ലീനിങ് എന്ന് പറയുന്നത് എനിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ ആയിട്ട് തോന്നി. അവർ പറയുന്നത് അവരതിന് വേണ്ടിയിട്ട് കേസിന് പോകണം എന്ന് വിചാരിച്ചു. പിന്നെ നമുക്കറിയാം, നമ്മുടെ കുട്ടികളൊരു സ്കൂളിൽ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ലായിരിക്കാം. ആദ്യമൊക്കെ നമ്മൾ തുറന്നു പറയാൻ മടിക്കുന്ന ഒരു പാരൻ്റ് ആകുമ്പോൾ നമ്മളത് ഹൈഡ് ചെയ്യും. പക്ഷേ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ നമ്മളത് തീർച്ചയായും പ്രതികരിക്കും. അതുപോലെ തന്നെ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ആ സ്കൂളിൽ ഇതുപോലെ വേറെ ഒരു ഹൈസ്കൂൾ ലെവലിലുള്ള കുട്ടികളെ മോശമായ സാഹചര്യത്തിൽ സ്കൂളിൽ നിന്ന് പിടിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇവർ പാരൻസിനെ അത് അറിയിച്ചില്ല. ആ കുട്ടികളുടെ പാരൻസിനെ അറിയിക്കാതെ, കാരണം സ്കൂളിനത് മോശമാണല്ലോ, അതിന് പകരം അവർ സ്കൂളിൽ ഒതുക്കി തീർക്കുകയാണ് ചെയ്തത്. അതുപോലെ ഒരുപാട് ഇഷ്യൂസ് വരുമ്പോഴും ഇവർ പുറത്തറിയിച്ചാൽ സ്കൂളിൻ്റെ പേരിന് അതിന് നാണക്കേടാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഇവർ ആ ഇഷ്യൂ പുറത്തറിയിക്കാതെ അവരൊതുക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ ക്യാഷ് കൊടുത്തോ, അല്ലെങ്കിൽ ഇവർക്ക് സപ്പോർട്ടായിട്ട് കുറച്ച് ലോക്കൽ പൊളിറ്റീഷ്യൻസും കുറച്ച് പോലീസ് മേധാവികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് മുതലെടുത്തുകൊണ്ട് ആ കേസ് ഒതുക്കി തീർക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവർ TC വാങ്ങിച്ച സ്കൂളിൽ നിന്ന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ മറ്റു പാരൻസിനും ഇതുപോലുള്ള അവസ്ഥ ആ സ്കൂളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത്. ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളും പ്രതികരിക്കണം. നിങ്ങളുടെ കുട്ടിയുടെ ഭാവി നശിച്ചു പോകുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുട്ടിയുടെ അടുത്തും ഇതുപോലെ സമയം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വൈകുന്നേരം വരുമ്പോൾ അവനോട് ചോദിക്കുക, അല്ലെങ്കിൽ അവളോട് ചോദിക്കുക എന്താണ് അന്നത്തെ ദിവസം സംഭവിച്ചത്, എന്ത് സംഭവിച്ചു എന്നുള്ളത് ചില കുട്ടികൾക്ക് പറയാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എൻ്റെ മോനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് പറഞ്ഞു തരാൻ കുട്ടികൾക്ക് ചിലപ്പോൾ അറിയില്ല. അപ്പോൾ നമ്മുടെ പാരൻസിന് വളരെയധികം ടെൻഷനാണ്. ഇതൊന്ന് വീണിട്ട് വന്നാലോ എന്തെങ്കിലും പറ്റിയിട്ട് വന്നാലോ ഒക്കെ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആദിയാണല്ലേ. അപ്പം നമ്മൾ നമ്മുടെ ഈ സമ്പാദ്യത്തിൻ്റെ സിംഹഭാഗവും കുട്ടികൾക്ക് വേണ്ടി ചിലവഴിക്കാൻ നാളെ നമുക്ക് അവർ കൊണ്ടുവന്ന് തരും എന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള പാരൻസ് എല്ലാം അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല അല്ലേ. അതായത് പണ്ടത്തെ പാരൻസ് ആണെങ്കിൽ കുട്ടികൾ സമ്പാദിച്ച് നമുക്ക് കൊണ്ടുവരും, അവർ വളരെ വലുതാകും, ജോലി കിട്ടും, നമുക്കും അവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു പങ്ക് കിട്ടും, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന പാരൻസ് ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള പാരൻസേ ഇല്ല. അതായത് നമ്മൾ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ അവരെ നമ്മുടെ സമ്പാദ്യത്തിൻ്റെ എല്ലാ ഭാഗവും ചിലവഴിച്ചാണ് നമ്മൾ അവരെ വളർത്തുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് സംഭവിക്കുകയോ എന്തെങ്കിലും സ്കൂളിൽ നിന്ന് ഫലമായിട്ട്, സ്കൂളിൻ്റെ ആ ഒരു അനാസ്ഥയുടെ ഫലമായിട്ട് എന്തെങ്കിലും സംഭവിച്ചത് നമ്മൾ പാരൻസിന് അതൊരിക്കലും സഹിക്കില്ല. അപ്പോൾ നമ്മുടെ പാരൻസിനെല്ലാം മനസ്സിൽ വയ്ക്കേണ്ട, അല്ലെങ്കിൽ അറിഞ്ഞ് പെരുമാറേണ്ട ഒരു കാര്യമാണ് സ്കൂൾ മാനേജ്മെൻറ്റ് എങ്ങനെ അവരോട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഓരോ പാരൻറ്റും ശ്രദ്ധിക്കണം. നമ്മൾ ഓരോ പാരൻറ്റും വളരെയധികം വിജിലൻ്റ് ആയിരിക്കണം. ഇപ്പോൾ നമ്മുടെ കുട്ടിക്ക് ആ സ്കൂളിൽ എന്തെങ്കിലും രണ്ടാം തരമായി പോകും എന്ന് വിചാരിച്ച് നമ്മൾ ഒന്നും ചോദിക്കാതെ, ക്വസ്റ്റ്യൻ ചെയ്യാതെ ഇരിക്കരുത്. നമ്മളെല്ലാം ചോദിക്കണം. എന്ത് ഡൗട്ട് വന്നാലും ചോദിക്കണം. കുട്ടിക്ക് ഒരു ചെറിയ അപകടം പറ്റിയാൽ പോലും നമ്മളത് ശ്രദ്ധിക്കുന്നു എന്ന് ആ ടീച്ചേഴ്സിനായാലും മാനേജ്മെൻറ്റിനായാലും തോന്നണം. ആ രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.